ടെലിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. മാസ്റ്റർ ബ്രെയിൻ അറസ്റ്റിൽ. ഇന്ത്യയിലെ സൈബർ തട്ടിപ്പുകളുടെ മാസ്റ്റർ ബ്രെയിനിനെ അറസ്റ്റ് ചെയ്തു. കൊൽക്കത്ത സ്വദേശി രംഗൻ ബിശ്വയെയാണ് കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാഴക്കാല സ്വദേശിനിയിൽ നിന്നാണ് ഇയാൾ 4 കോടി രൂപ തട്ടിയെടുത്തത്. ഈ കേസിലാണ് രംഗൻ ബിശ്വയെ അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെ ഡിജിറ്റൽ തട്ടിപ്പുകൾ നിയന്ത്രിച്ചിരുന്നത് ഇയാളായിരുന്നു. കേരള സിലബസിലേക്ക് ഒഴുക്ക് കുറയുന്നു. കേരള സിലബസിൽ ഹയർ സെക്കൻഡറിക്ക് ചേരുന്ന കേന്ദ്ര സിലബസുകാരുടെ എണ്ണം കുറയുന്നു. 2020 10ാം ക്ലാസ് പാസ്സായ 37,772 CBSE വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിക്ക് സംസ്ഥാന സിലബസിലെത്തിയിരുന്നു. ഇങ്ങനെ 51.65% പേർ കേന്ദ്ര സിലബസിൽ നിന്നു മാറി. ഈ വർഷം മാത്രം മാറിയത് 19,382 വിദ്യാർത്ഥികളാണ്. 2020 ICSE സിലബസിൽ വിജയിച്ച 7,936 വിദ്യാർത്ഥികളിൽ 3,726 പേർ കേരള സിലബസിലെത്തി. 2024 വിജയിച്ച 7,517 പേരിൽ 2,385 വിദ്യാർത്ഥികളെ വന്നിട്ടുള്ളൂ. 2020 49.95% ഉള്ളത് 2024 31.72% കുറഞ്ഞു. 5 വർഷത്തിനുള്ളിൽ സംസ്ഥാന സിലബസിന് പ്രിയം കുറഞ്ഞെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്യാം ബെനഗലിന് വിട. സമൂഹത്തിന്റെ നേർചിത്രങ്ങൾ സിനിമയിലൂടെ വരച്ചുകാട്ടിയ പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്യാം ബെനഗൽ അന്തരിച്ചു. 10 ദിവസം മുൻപ് സിനിമാ മേഖലയിലെ പ്രമുഖരോടൊപ്പം ജന്മദിനം ആഘോഷിച്ച അദ്ദേഹം വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു. അങ്കൂർ, മണ്ടി, മന്ദാൻ, നിഷാന്ത്, ഭൂമിക മൻമോ, സർദാരി ബീഗം, സുബൈദ തുടങ്ങിയ തന്റെ കയ്യൊപ്പ് ചാർത്തിയ ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ സിനിമയെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ട അദ്ദേഹം സമാന്തര സിനിമയുടെ പാതയിലായിരുന്നു. 1970-80കളിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെയാണ് ഷബാന ആസ്മി, സ്മിത പാട്ടീൽ, നസറുദ്ദീൻ ഷാ തുടങ്ങിയ ഒട്ടേറെ അഭിനേതാക്കൾ താരപദവിയിലേക്ക് ഉയർന്നത്. രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളായ പത്മശ്രീയും പത്മഭൂഷണവും തുടങ്ങി ദേശീയ അവാർഡ് വരെ ശ്യാം ബെനഗലിന് ലഭിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കുറ്റമാക്കും. വന്യജീവികൾക്ക് ഭക്ഷണം നൽകുന്നത് കുറ്റകരമാക്കാനുള്ള നിർദ്ദേശം കേരള ഫോറസ്റ്റ് ഭേദഗതി ബില്ലിന്റെ ഭാഗമാക്കും. മനുഷ്യരെ വന്യജീവികൾ ആക്രമിക്കുന്നത് തടയാനും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനുമാണ് ഈ നിർദ്ദേശം. കാടിറങ്ങുന്ന മാൻ, മ്ലാവ് പോലുള്ള മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ഇവയുടെ വരവ് പതിവാക്കുമെന്നതിനാലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവയെ പിന്തുടർന്ന് പുലി, കടുവ തുടങ്ങിയവ നാട്ടിലെത്തുന്നുണ്ട്. ഇത് ഒഴിവാക്കാനാണ് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിരോധിക്കുന്നതിനു വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. സ്കൂളുകളിൽ ഇനി ഓൾ പാസ് ഇല്ല. രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായി ഔപചാരിക വിദ്യാഭ്യാസം നൽകുന്നത് സംബന്ധിച്ച് 2010 നിയമത്തിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. 5-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് പതിവായി പരീക്ഷകൾ നടത്താനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്നതാണ് പുതിയ ഭേദഗതി. വിദ്യാർത്ഥികൾ ഈ പരീക്ഷകളിൽ പരാജയപ്പെട്ടാൽ 2 മാസത്തിന് ശേഷം ഒരവസരം കൂടി നൽകും. ഇതിലും പരാജയപ്പെട്ടാൽ വിദ്യാർത്ഥികൾക്ക് അതേ ക്ലാസ്സിൽ തന്നെ തുടരേണ്ടി വരും. ഇതാണ് ഇപ്പോഴത്തെ തീരുമാനം. DMO ഓഫീസിൽ നാടകീയ രംഗങ്ങൾ. കോഴിക്കോട് DMO ഓഫീസിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഒരേ സമയം 2 ഉദ്യോഗസ്ഥർ DMO ആയി ഓഫീസിൽ എത്തിയതോടെയാണ് കസേരയ്ക്കായി വടംവലിയുണ്ടായത്. സ്ഥലം മാറി എത്തിയ ഡോക്ടർ ആശാദേവിക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കാൻ നിലവിലെ DMO തയ്യാറായില്ല. സ്ഥലം മാറ്റത്തിൽ കോഴിക്കോട് DMO രാജേന്ദ്രൻ സ്റ്റേ വാങ്ങിയിരുന്നു. സ്റ്റേ നീങ്ങിയതിനെ തുടർന്നാണ് ഡോക്ടർ ആശാദേവി ഓഫീസിലെത്തിയത്. ഏറെ നേരം 2 പേരും DMOയുടെ ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു. രാജേന്ദ്രൻ കസേര ഒഴിഞ്ഞു കൊടുക്കാതെ വന്നതോടെ ആശാദേവി ഓഫീസിൽ നിന്നും മടങ്ങിപ്പോയി. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വൻ വർധന. ക്രിസ്മസ് അവധിക്കായി സ്കൂളുകൾ അടച്ചതോടെ കുഞ്ഞയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും നിരവധിയാണ് സന്നിധാനത്തേക്ക് എത്തുന്നതെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. കുട്ടികൾക്കായി പ്രത്യേക വരി ഏർപ്പെടുത്തിയതും അയ്യപ്പ ദർശനത്തിന് ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് ജീവനക്കാരും സഹായിക്കുന്നതും കുട്ടികളുമായി എത്തുന്നവർക്ക് ഏറെ സഹായമാകുന്നുണ്ട്. മനക്കട്ടിയാൽ ജീവൻ തിരിച്ചു പിടിച്ചു. തീവണ്ടി കടന്നു പോകുമ്പോൾ പാളത്തിൽ കമിഴ്ന്നു കിടന്നയാൾ ഒരു പരിക്കും കൂടാതെ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കണ്ണൂർ പന്നേൻപാറയിലായിരുന്നു സംഭവം. തീവണ്ടി കടന്നു പോകുന്ന സമയം അത്രയും ഇദ്ദേഹം പാളത്തിൽ അമർന്നു കിടന്നു. വണ്ടി പോയ ശേഷം കൂസലില്ലാതെ എഴുന്നേറ്റു പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നാലുമുക്ക് സ്വദേശിയാണ് ഇദ്ദേഹം.
തൃശൂരിൽ അമ്മയും മകനും മരിച്ച നിലയിൽ. വീടിനുള്ളിൽ അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ എരിഞ്ഞേരിയിലാണ് സംഭവം. മെറീന, മകൻ പ്രവീൺ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ദുർഗന്ധത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആത്മഹത്യ ചെയ്തതാണെന്നാണ് നിലവിലെ നിഗമനം. പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഒരുമിച്ച് വാങ്ങുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ഇവയിൽ പെട്ടെന്ന് തന്നെ മുള വരുന്നതും പച്ച നിറത്തിലാകുന്നതും. മുള വന്ന ഉരുളക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ അപകടമാണ്. മരണത്തിലേക്ക് വരെ ഇത് നയിച്ചേക്കാം. ഗ്ലൈക്കോ ആൽക്കലോയിഡ് സംയുക്തങ്ങളായ സോളാനിൻ, കാക്കോനിൻ എന്നിവയുടെ ഉറവിടമാണ് ഉരുളക്കിഴങ്ങ്. ചെറിയ അളവിൽ ഇവ ഉള്ളിൽ പോകുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ ഇവ കൂടിയ അളവിൽ കഴിച്ചാൽ ജീവന് തന്നെ ആപത്താകുന്ന വിഷപദാർത്ഥമായി മാറും. ഉരുളക്കിഴങ്ങ് എങ്ങനെ സൂക്ഷിക്കാമെന്ന് മനസ്സിലാക്കാം. തണുത്ത, ഇരുണ്ട, വായുസഞ്ചാരമുള്ള സ്ഥലത്താണ് ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കേണ്ടത്. ഉയർന്ന താപനില ഒഴിവാക്കണം. അടുക്കള ഉപകരണങ്ങളുടെ അടുത്ത് സൂക്ഷിക്കരുത്. ഉരുളക്കിഴങ്ങിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത്. ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കരുത്. പാകം ചെയ്തതിനു ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഉള്ളിക്കൊപ്പം സൂക്ഷിക്കരുത്. ഉള്ളിയിൽ നിന്നുള്ള വാതകം ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് മുളയ്ക്കുന്നതിന് കാരണമാകും. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് ആശംസകൾ തേർഡ് വിഷൻ നേരുന്നു. നന്ദി, നമസ്കാരം.